ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് പിസ്സയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ചിക്കൻ പിസ്സയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പിസ്സ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതിനൊപ്പം തന്നെ ഒരു നുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ശേഷം ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ 1/4 കപ്പ് ഇളം ചൂട് വെള്ളമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ അടങ്ങിയിരിക്കട്ടെ. ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാനിത് ഒരു 10 മിനിറ്റ് റെസ്റ്റിനായിട്ട് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പാൽപ്പൊടിയാണ്. ഇതുപോലത്തെ ഒരു പാക്കറ്റ് പാൽപ്പൊടി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഈസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ഈസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രത്തിലേക്ക് ചേർക്കാനായിട്ട് പാടുള്ളൂ. ആ നേരം കൊണ്ട് നമുക്ക് പിസ്സയിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ പിസ്സയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചിക്കനാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ബോൺലെസ് പീസസ് ആണ്. ഇതുപോലത്തെ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കനിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നതാണ്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്ത പേസ്റ്റ് ഇല്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണുള്ളത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമെന്നില്ല. പൊടികളൊക്കെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പിന്നാലേക്ക് തന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കുകയാണ്. അതിന് വേണ്ടി ഒരു ചേഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഓയിൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മളാൽ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ വേവുന്നതിനനുസരിച്ച് നമുക്കിത് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയി വരട്ടെ. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ചിക്കൻ ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി കറികൾ ചെയ്യാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതേ മൈദപ്പൊടിയിലേക്ക് നമ്മൾ 10 മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ കുഴച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ബോളൊക്കെ പിടിക്കില്ല, ആ ഒരു ഇതിൽ കുഴച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഈ മാവ് ഞാൻ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഴച്ചതിന് ശേഷം ഈ മാവ് ഇങ്ങനെ കുഴച്ചെടുത്തതിന് ശേഷം ഒപ്പത്തിന് പിന്നാലേക്ക് തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ്. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ വെക്കാം, അല്ലെങ്കിൽ 2 മണിക്കൂർ വെക്കണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല കേട്ടോ. അത് ഇതേപോലെ 2 ഭാഗങ്ങളായിട്ട് മാവിനെ മുറിച്ചെടുക്കുകയാണ്. ഇതിൽ മുറിച്ചെടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഈ 2 പാർട്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള മാവിനെ നല്ലപോലെ കുഴച്ചെടുക്കാം.
അപ്പോൾ ഇത് ഞാൻ 2 ബോളായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് ഏത് തവയാണ് യൂസ് ചെയ്യുന്നത് ആ തവ എടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് നല്ലപോലെ പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഉരുട്ടി വെച്ചിട്ടുള്ള ഒരു ബോൾ ഇതിലേക്ക് വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പരത്തി തവയുടെ ആ ഒരു റൗണ്ട് ഷേപ്പില്ലേ അതിലേക്ക് ഇങ്ങനെ പരത്തി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പരത്തിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ തവയുടെ റൗണ്ടിൻ്റെ അത്ര ഇതുപോലെ പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ മുരിച്ചെടുക്കരുത്. ഇതിൻ്റെ ഒരു സൈഡ് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പുറത്തെ സൈഡും ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം ഇത് എടുക്കണം കേട്ടോ. തീരെ മുരിഞ്ഞ് പോകരുത്. നന്നായി മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്നെസ് പോവും. അതിലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ യെല്ലോ ഷെയ്ഡ് വരുമ്പോഴേക്കും നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത സൈഡും ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വരുമ്പോഴേക്കും നമുക്കിത് തവയിൽ നിന്ന് എടുക്കാനായിട്ട് നോക്കാം. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ഒരു ബോളും കൂടിയില്ലേ അത് ഇതുപോലെ പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലാണ് പരത്തിയെടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവ ഓൾറെഡി ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് പരത്തിയാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. പ്ലേറ്റിൽ ആദ്യം ജസ്റ്റ് ഒന്ന് ഓയിൽ കൊണ്ട് പുരട്ടിയതിന് ശേഷം ഇതുപോലെ ബോൾ വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് നല്ലപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചുട്ടെടുത്ത ആ ഒരു ബ്രെഡില്ലേ അതിനേക്കാളും വലിപ്പം വേണം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ആ ബ്രെഡ് പീസിനേക്കാളും നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള നമ്മൾ ആദ്യം ചുട്ടെടുക്കുന്ന ആ ഒരു ബ്രെഡ് എത്രയുണ്ടോ അതിനേക്കാളും വലിപ്പം വേണം നമ്മൾ രണ്ടാമത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ ഇതേപോലെയാണ് പരത്തിയെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതും ചുട്ടെടുക്കാനായിട്ട് നോക്കാം. പക്ഷേ ഇത് ചുട്ടെടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൂടെയും ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും നേരത്തെ ചുട്ടെടുക്കാൻ ഉപയോഗിച്ച തവ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് എല്ലാവരുടെയും അതൊന്ന് പുരട്ടി കൊടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ ലാസ്റ്റ് പരത്തി വെച്ചിട്ടുള്ള ആ ഒരു മാവിൻ്റെ ഇത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പ്ലേറ്റിലിട്ട് പരത്തിയില്ലേ അതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് അതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ചീസാണ്. ചീസ് നല്ല പോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചീസാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വലിയ ചീസിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നു, മൊസറല്ല ചീസിൻ്റെ. അപ്പോൾ അതിന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനിയിപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക എന്നല്ലാണ്ട് ഇതുപോലെ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചീസല്ല, ഈ മറ്റേ സ്ക്വയർ സൈസ് ചീസില്ലേ അതാണ് ഉള്ളതെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോയിലായ കാരണം ഞാൻ ഇങ്ങനെ വെച്ചു എന്ന് മാത്രം. നമ്മുടെ കയ്യിൽ അതുള്ളെങ്കിൽ അതിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അതിങ്ങനെ ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ സ്ക്വയർ പീസ് പോലെയോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുക. കുറച്ച് ചീസ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ജസ്റ്റ് ഒരു ഗ്രേറ്റ് ചെയ്ത കാരണം നമ്മൾ ഏറ്റവും ഇതിൻ്റെ മുകളിലത്തെ ആ ടോപ്പിലിടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വയ്ക്കുന്നത്. ഇത് ചീസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചുട്ടെടുത്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡിൻ്റെ പോർഷൻ വെച്ച് കൊടുക്കുക. ശേഷം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യിക്കുക. ഇതുപോലെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ രണ്ടാമത് പരത്തിയെടുക്കുന്ന ഈ ഒരു ബോളില്ലേ അത് നല്ല പോലെ ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ചുട്ടെടുത്ത ആ ബ്രെഡിൻ്റെ പോർഷനേക്കാളും വലുതായിരിക്കണമല്ലോ നമ്മൾ രണ്ടാമത് ചെയ്യുന്നത്. എന്നാലല്ലേ നമുക്കിങ്ങനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ആക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു മീഡിയം വലുപ്പമുള്ള പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ സോസൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്.
നമ്മളെടുക്കുന്ന പിസ്സയുടെ വലിപ്പത്തിനനുസരിച്ച് സോസിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ ഈ ഒരു മീഡിയം സൈസിനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ റെഡ് ചില്ലി സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസാണ്. അപ്പോൾ അതും കൂടിയും ചേർത്തതിന് ശേഷം നമുക്ക് ഈ 3 സോസും നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാപ്സിക്കം, ഏത് കളറൊക്കെ ക്യാപ്സിക്കം ആണ് ഉള്ളതെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഗ്രീൻ ക്യാപ്സിക്കമാണ് വെക്കുന്നത്. അതിനൊപ്പം തന്നെ സവാളയും കൂടിയും അരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സവാള എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ആണ്. അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ ഈ പിസ്സയുടെ എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ പീസസ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടിയും ചീസ് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ചീസും അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കാണിക്കാനായിട്ട് സ്ക്വയർ ആയിട്ടുള്ള ചീസ് ഉണ്ട്. അത് 4 പീസായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ചീസ് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഈ തവ അടുപ്പത്തേക്ക് വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ഈ തവ അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ ഇതേപോലെ പഴയ വല്ല തവ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെക്കുക. അതിന് മുകളിൽ ഇത് വെക്കുക, ഈ പിസ്സ ഇരിക്കുന്ന തവ വെക്കുക. ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10-15 മിനിറ്റ്, ഇത്രയാണ് കുക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ ഇതായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളെയും ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ തവ അടുപ്പത്ത് നിന്ന് ഇറക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ കുറച്ച് ഒറിഗാനോ കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പിസ്സയുടെ കറക്റ്റ് ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും ഒക്കെ വരിക. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ചിക്കൻ പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി വെക്കുന്ന പ്രതീക്ഷിക്കുകയാണ്. ഉണ്ണുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ണുകൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത്. അതുപോലെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടനടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.